ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ ദൈവാധീനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഗുണം വരുന്നത് കന്നിക്കൂറുകാർക്കാണ്. കർക്കിടകത്തിലേക്ക് വ്യാഴം വരുമ്പം വ്യാഴത്തിന് സ്പെഷ്യൽ ദൃഷ്ടികളുണ്ട്. ശനിയെ ആര് നോക്കി? വ്യാഴം നോക്കി. വ്യാഴം നോക്കിയപ്പോൾ ശനി പിന്നെ മര്യാദക്കാരനായി. മിഥുനൻ രാശിക്കാരുടെ പറയുവാണെങ്കിൽ മിഥുനൻ രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കർക്കിടകൻ രാശിക്കാർക്കും വളരെ നല്ലതാണ്. കാരണം കർക്കിടകത്തിൽ അവൻ സ്വന്തം രാശിയിലേക്ക് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഈ നാളുകാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട്. ശനി കഴിഞ്ഞു, പിന്നെ അത് വന്നു, ഇത് കണ്ടകശനി വന്നു, അവരാകെ വിഷമിച്ച് ബുദ്ധിമുട്ടിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി നല്ല കാലമാണ്. കുംഭൻ രാശിക്കാരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കുറെ കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഗുരു മാറുന്നതെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് പോവുകയോ പ്രശ്നങ്ങളൊന്നും അല്ല. വ്യാഴം ഒരിക്കലും സ്വന്തം ഗുരുനാഥന്റെ സ്ഥാനത്താണ്. ദൈവമല്ലേ, ഭഗവാനല്ലേ. അപ്പൊ ദോഷമൊന്നും തരില്ല. പക്ഷെ നീ ആരാണെന്ന് മനസ്സിലാക്കി തരും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജറായ ശ്രീമതി ജ്യോതി സത്യനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മാഡം നമസ്കാരം. ജ്യോതിഷത്തിൽ സാമ്പത്തികം അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഒരു കണ്ണുള്ള ഗ്രഹമാണ് വ്യാഴം. അതെ. 2026 വ്യാഴത്തിന്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? 2026 വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനായിട്ട് വന്നു നിൽക്കുന്നുണ്ട്. ഇപ്പൊ ജൂൺ 2-ാം തീയതി മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അതിചാരിയായിട്ട് പോകുന്നുണ്ട്, പിന്നെയും തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടെങ്കിലും സ്ഥിരമായിട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ നിൽക്കുന്ന പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ ഗുണം വരുന്നത്. അതിചാരി ആയാലും ആ നിൽക്കുന്നത് എവിടെയാണോ മാറി നിൽക്കുന്ന ആ ഭാവത്തിനായിരിക്കും കൂടുതൽ ഗുണം വരുന്നത്. അപ്പൊ കർക്കിടകത്തിൽ ഉച്ചസ്ഥനായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ചില നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് നല്ല നേട്ടങ്ങളുണ്ട്, ചില നക്ഷത്രക്കാർക്ക് കുറച്ചൊരു സ്ട്രഗിളുണ്ട്, ചില നക്ഷത്രക്കാർക്ക് കുറച്ചൊരു പോരായ്മയുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമുക്കതിനെ നോക്കി കാണാൻ പറ്റുള്ളൂ. കാരണം ഈ വ്യാഴം എന്ന് പറഞ്ഞാല് ദൈവാധീനാണ്. ദൈവാധീനം ഉണ്ടോ എന്ന് നോക്കുന്നത്, വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടോ, വ്യാഴം എവിടെയാണ് നിൽക്കുന്നത്, അതിനെ ആശ്രയിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഗുണം വരുന്നത് കന്നിക്കൂറുകാർക്കാണ്. അപ്പൊ കന്നിക്കൂറുകാർക്കെന്ന് പറയുമ്പോൾ കന്നിക്കൂറുകാർക്ക് 11-ലായിട്ടാണ് കർക്കിടകം വരുന്നത്. അപ്പൊ അവിടെ ഉച്ചസ്ഥനായിട്ട് വ്യാഴം നിൽക്കുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് നടക്കും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം 11 എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനാണ്, കുടുംബത്തിന്റെ ഒരു സ്ഥാനാണ്. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കള്, നമ്മുടെ എന്തായാലും നമ്മുടെ ലാഭങ്ങൾ, നമ്മുടെ കയ്യിൽ പൈസ വരിക, നമ്മുടെ കുടുംബം ഒന്ന് വലുതാകുക, നമ്മുടെ കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് 11-ലേക്ക് വ്യാഴം നിൽക്കുമ്പോൾ സർവാഭിഷ്ട സ്ഥാനത്തിലേക്ക് വ്യാഴം വരുമ്പോഴാണ്. അപ്പം അത് കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. അവർക്കാണ് ഈ മാറ്റം കൊണ്ട് ഏറ്റവും ഗുണം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഇത് ഇപ്പം നമ്മൾ മേടം തുടങ്ങിയാണല്ലോ പറയുന്നത്. അപ്പം മേടം പറയുമ്പോഴത്തേക്ക് മേടൻ രാശിക്കാർക്കും ഈ കർക്കിടകത്തിലേക്ക് വ്യാഴം വരുമ്പം വ്യാഴത്തിന് സ്പെഷ്യൽ ദൃഷ്ടികളുണ്ട്. സാധാരണ എല്ലാ ഗ്രഹങ്ങളും 7-ലേക്ക് മാത്രം നോക്കുന്നു എന്നാണ്. നിൽക്കുന്ന ഭാവത്തിന്റെ 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. വ്യാഴം 5-ലേക്ക് നോക്കും, 9-ലേക്ക് നോക്കും സ്പെഷ്യലായിട്ട്. അപ്പൊ ആ 9-ലേക്കുള്ള നോട്ടം മീനത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ മീനത്തിൽ ആരുണ്ട്? ശനിയുണ്ട്. അപ്പൊ ആ ശനിയെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പം മേടൻ രാശിക്കാർക്കാണെങ്കിൽ 12-ലാണ് ശനി വന്നിരിക്കുന്നത്. അപ്പൊ 7-ര ശനി തുടങ്ങി. അപ്പൊ അവർക്ക് ആ ശനിയെ ആര് നോക്കി? വ്യാഴം നോക്കി. വ്യാഴം നോക്കിയപ്പോൾ ശനി പിന്നെ മര്യാദക്കാരനായി. അപ്പൊ ശനിയുടെ ആ ദോഷങ്ങൾ അവിടെ ഇല്ലാതെയായി എന്നാണ്. അപ്പൊ മേടൻ രാശിക്കാർക്ക് സ്വാഭാവികം, മേടൻ രാശിക്കാരെന്ന് പറയുമ്പോൾ തന്നെ അശ്വതി ഭരണി കാർത്തിക കാലകാരാണ്. അവർക്ക് മേടം എന്ന് പറയുമ്പോൾ കുജന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. ചൊവ്വയുടെ ആണ്. ഇച്ചിരി വീരവും ശൂരവും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് കർമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ ഗതി വരാനുള്ള ഒരു തടസ്സങ്ങളൊക്കെ മാറി കർമ്മഭാവത്തിലേക്ക് ഉയർച്ചയും ഉണർവും ഒക്കെ ഉണ്ടാകാനും ഒക്കെ ഉള്ളൊരു സമയമാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വീടോ കാര്യങ്ങളൊക്കെ വാങ്ങാനോ, വീട് ഷിഫ്റ്റ് ചെയ്യാനോ, വീട്ടിലെ ഉപകരണങ്ങൾ വാങ്ങാനോ ഒക്കെ അങ്ങനെയൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കും. പിന്നെ ഇലക്ട്രോണിക് ഇതുപോലുള്ള സംഗതികളൊക്കെ ഉള്ള ജോലികളൊക്കെ ചെയ്യുന്ന, ക്യാമറ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അത് മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് അതിൻ്റെതായ ഒരു ഉന്നമനം ഉണ്ടാവും. അതാണ് മേടൻ രാശിക്കാരൻ. പിന്നെ ഇടവൻ രാശിക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ 3-ലേക്കാണ്. ഇടവം, മിഥുനം, കർക്കിടകം 3-ലേക്കാണ്. 3-ലെ വ്യാഴം മുറിവിളി കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു ആദിയിലൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇടവൻ രാശിക്കാർ പോകാം. പക്ഷേ കർക്കിടകത്തിൽ നിൽക്കുന്നത് ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം ആയതുകൊണ്ട് ആർക്കും ദോഷം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചൊരു സ്ട്രഗിളൊക്കെ തന്നിട്ട്
അങ്ങനെ ഒരു ഭാവത്തിലേക്കാണ് നമ്മൾ ഇടവൻ രാശി. അപ്പം മേടം ഇടവം. മിഥുനൻ രാശിക്കാരുടെ പറയുവാണെങ്കിൽ മിഥുനൻ രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കാരണം ജന്മവ്യാഴം, അതുപോലെ കണ്ടകശനി ഒക്കെ കൊണ്ട് ആത്മഹത്യ ചെയ്താലോ എന്നുള്ളൊക്കെ ചിന്തയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു അവർ, മിഥുനൻ രാശിക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ്, തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ഗുണമാണ് വരുന്നത്. കാരണം മിഥുനൻ രാശിക്കാരൻ, അതാ മിഥുനൻ രാശിക്കാരൻ നോട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അവരെ ജോലി ശരിയാവുന്നില്ല, കെട്ടിക്കിടക്കുന്ന പോലെ നിൽക്കുന്നു, സ്തംഭനാവസ്ഥയിലേക്ക് നിൽക്കുന്നു. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് 2-ലെ വ്യാഴം അവർക്ക് വളരെയധികം ആനുകൂല്യങ്ങളാണ് വരുന്നത്. 2 എന്ന് പറഞ്ഞാൽ വാക്ക്, കുടുംബം, ധനം, ഇതൊക്കെയാണ്. സേവിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഉണർവുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഏതൊക്കെ നാളുകാരാണ് അത് ഈ പുണർത്തം, കാലുപൂയമ, അല്ല അത് കർക്കിടകൻ രാശിയിൽ വരുന്നതാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാർത്തിക മുക്കാല്, രോഹിണി, മകയിരമര, മകയിരമര, തിരുവാതിര, പുണർത്തം മുക്കാല്. അപ്പൊ മകയിരമര, തിരുവാതിര, പുണർത്തം മുക്കാല്, ഈ രാശിക്കാരാണ് മിഥുനൻ രാശിക്കാരെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. കാരണം അവർക്ക് മോശമായിരുന്നു, കണ്ടകശനിയായിരുന്നു, 10-ലായിരുന്നു ശനി നിന്നിരുന്നത്. ആ ശനിയെ ആര് നോക്കുന്നു? വ്യാഴം നോക്കുന്നുണ്ട്. പിന്നെ വരുവൂർ 2-ലേക്ക് വ്യാഴം വന്ന് ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തന്നെ സേവിങ്സ് ഒക്കെ ഇല്ലാത്തവരാണെങ്കിൽ സേവിങ്സ് ഒക്കെ വരും, തീർച്ചയായിട്ടും വരും. കുടുംബത്തിൽ ഐക്യതയില്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ്. ദമ്പതികൾ അകന്ന് നിൽക്കുന്നവരാണെങ്കിൽ ഒന്നിച്ച് നിൽക്കാനുള്ള, വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ വിവാഹം വരും. സന്താനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അതിനകത്തും ഒക്കെ പ്രോഫിറ്റാണ് വരുന്നത്, നല്ലതാണ്. പിന്നെ കർക്കിടകൻ രാശി എന്ന് പറയുന്നത് കർക്കിടകൻ രാശിക്കാർക്കും വളരെ നല്ലതാണ്. കാരണം കർക്കിടകത്തിൽ അവർ സ്വന്തം രാശിയിലേക്ക് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ലതാണ്. അപ്പം അവർക്കും ജീവിതത്തിൽ കലാകാരന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഉന്നമനത്തിലേക്ക് എത്താനും അവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടാനും ഒക്കെയുള്ള ഈശ്വരാധീനം അനുഭവപ്പെടുന്ന ഒരു സമയം എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ചിങ്ങൻ രാശിക്കാർക്കാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. ചിങ്ങൻ രാശിയുടെ 12-ലാണ് വ്യാഴം. അപ്പം വ്യാഴം മറഞ്ഞു എന്നൊക്കെ പറയുന്നതാണ്. അപ്പം അവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു കന്നിരാശിയുടെ പറഞ്ഞു. തുലാൻ രാശിക്കാർക്കാണെങ്കിലും കുറച്ചൊരു സ്ട്രഗിൾ കൂടും. സ്ട്രഗിൾ തന്നിട്ടാണ് ഇപ്പം ജോലിയിലാണെങ്കിൽ ജോലി ഉണ്ടാവും, പക്ഷെ ഉത്തരവാദിത്തങ്ങൾ കൂടും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമ്മളൊന്ന് ഉടഞ്ഞ് വാർത്ത് ശരിയായി വരും. അങ്ങനെയുള്ളൊരവസ്ഥയാണ് തുലാൻ രാശിക്കാർക്ക് വരുന്നത്. പിന്നെ വൃശ്ചികൻ രാശിക്കാർക്കാണ് കുറേ കാലങ്ങളായിട്ട് അനിഴന്തൃക്കേട്ട എന്നൊക്കെ പറയുന്ന വിശാഖം, അനിഴന്തൃക്കേട്ട, ഈ നാളുകാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട്. ശനി കഴിഞ്ഞു, പിന്നെ അത് വന്നു, ഇത് കണ്ടകശനി വന്നു, അവരാകെ വിഷമിച്ച് ബുദ്ധിമുട്ടിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി നല്ല കാലമാണ്. അതായത് മറ്റുള്ളവരെ പോലെ എനിക്കും മെയിൻ സ്ട്രീമിലേക്ക് വരാൻ പറ്റുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കരുതി ഇരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അസൂയാലുക്കളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സന്ദർഭം ഉണ്ടാകും. കൂടത്തെ നിന്നിട്ട് സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ ചതിയിലൊക്കെ പെടുത്താനുള്ള ഒരു സംഗതിയൊക്കെ ഉണ്ടാകാം. അതൊന്നും ശ്രദ്ധിക്കണം. അത് മാത്രമേ ഉള്ളൂ അവർക്ക് പറയാനായിട്ട്. പിന്നെ ധനുരാശിയാണ്. വൃശ്ചികം കഴിഞ്ഞാൽ ധനുവാണ്. ധനുരാശിക്കാർക്ക് കണ്ടകശനിയാണ്, 4-ലാണ്. അപ്പോൾ മൂലംപൂരാട, ഉത്രാടം, കാല്. അപ്പോൾ അവർക്ക് വരുന്നത് 4 ശനി എന്ന് പറയുമ്പോൾ കണ്ടകശനിയാണ്. മാതാവിനെ കൊണ്ട് കുടുംബത്തെ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് മാറിയിട്ട് പിന്നെ അവർക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ മൂലം നാളുകാർക്കെന്ന് പറയുമ്പോൾ കണ്ടകശനി വരുന്നു, അഷ്ടമത്തിലേക്ക് വ്യാഴം പോകുന്നു. അപ്പോൾ അഷ്ടമം എന്ന് പറയുമ്പോൾ എപ്പോഴും ദുരിതങ്ങളാണ്. അപ്പോൾ അഷ്ടമത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പം മോശം എന്ന് പറയുന്നത് ചിങ്ങൻകാർക്ക് മോശമാണ്. അതുപോലെ തന്നെ പിന്നെ ധനുരാശിക്കാർക്ക് മോശമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട്. ജൂൺ 2-ാം തീയതി അല്ല മാറ്റം വരുന്നത് കൊണ്ട് ഈ ചിങ്ങൻ രാശിക്കാർക്ക് 12-ലേക്ക് വ്യാഴം പോകും. ഇവിടെ മൂലം പൂരാട ഉത്രാടം കാലം ധനുരാശിക്കാർക്ക് പിന്നെ അതും അഷ്ടമത്തിലേക്ക് പോകും. പിന്നെ കുംഭൻ രാശിക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുംഭൻ രാശിക്കാർക്ക് 6-ലേക്കും പോകും. അപ്പം അവർക്ക് കുറച്ച് കുംഭൻ രാശിക്കാരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കുറെ കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ചെറുത് കിട്ടിയാലൊന്നും പോരാ, വലുത് ആഗ്രഹങ്ങളുടെ പുറകെ പോകും. അപ്പം അത് കുറേ സ്ട്രഗിൾ അവർക്ക് കൊണ്ടുവന്നു വരും. അതാണ് കുംഭൻ രാശിക്കാർക്കുള്ളത്. പിന്നെ വരുന്ന മകരൻ രാശിക്കാരാണ്. മകരൻ രാശിക്കാർക്ക് സാമാന്യേന നല്ലതാണ്. വലിയ ഗുണം എന്ന് പറയാനില്ല എങ്കിലും സാമാന്യേന സുഹൃത്തുക്കൾ വഴിയും സ്വന്തം പ്രയത്നം കൊണ്ടും കണക്ഷൻസ് കൊണ്ടും ഒക്കെ അവർക്ക് സഹായഹസ്തങ്ങളിലൂടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും. അതായത് നമ്മൾ വലിയൊരു ഈസി ഗോയിങ് അല്ല എങ്കിൽ പോലും ശ്രമങ്ങൾ കൊണ്ട്
സഹായങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നമുക്ക് കണക്ഷൻ വഴി നമുക്ക് ജീവിതത്തിലേക്ക് ഉന്നതനം കൊണ്ടുവരുന്നു ഒരു ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കന്യരാശിക്കാരെ, മിഥുനൻ രാശിക്കാരൊക്കെയാണ്. അതിൽ പ്രയാസം എന്ന് പറയുന്നത് ഈ ധനു രാശിക്കാർക്ക് കുറച്ച് അഷ്ടമത്തിലാണ്, കുംഭൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടാണ്, ചിങ്ങൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്കൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗുരു മാറുന്നതെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് പോവുകയോ പ്രശ്നങ്ങളൊന്നും അല്ല. ഒരു ദൈവാധീന കുറവ് വരിക, കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ നെയ്വിളക്ക്, തുളസിമാല, മഞ്ഞപ്പട്ട് ഇതൊക്കെ കൊടുത്ത് നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പം അത് ഇനി അങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ സഹസ്രനാമം ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി സഹസ്രനാമമൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് 10-20 മിനിറ്റെങ്കിലും വേണം. അപ്പം അത് സമയമില്ലാത്ത ഒരാളാണെങ്കിലും അയാൾക്കും വേണ്ട ഒരു മോക്ഷം. അപ്പം അങ്ങനെയാണെങ്കിൽ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തിലും രാമനാമവരാനനെ 3 തവണ ചൊല്ലുക. അത് സഹസ്രനാമത്തിന് തുല്യമാണ്. അപ്പം അങ്ങനെ ചൊല്ലിയാലും മതി. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ മതി. അത് എത്രത്തോളം ചൊല്ലുന്നോ അത്രത്തോളം നമ്മൾ മനസ്സിരുത്തി ഭഗവാനെ സങ്കല്പിച്ച് ചെയ്താൽ മതി. അപ്പോൾ ആർക്കും അങ്ങനെ ഈ വ്യാഴമാറ്റം കൊണ്ട് ഒരുപാടൊരു അപകടം വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇല്ല. വ്യാഴം ഒരിക്കലും സ്വന്തം ഗുരുനാഥന്റെ സ്ഥാനത്താണ്, ദൈവമല്ലേ, ഭഗവാനല്ലേ. അപ്പൊ ദോഷമൊന്നും തരില്ല, പക്ഷെ നീ ആരാണെന്ന് മനസ്സിലാക്കി തരും. ഈ പറഞ്ഞ ഈ മോശം എന്ന് പറഞ്ഞ രാശിക്കാർക്ക് കുറച്ചൊരു സ്ട്രഗിൾ തരും എന്നേ ഉള്ളൂ. ആ സ്ട്രഗിളിൽ നിന്ന് മാറാനാണ് നമ്മൾ ആ പറഞ്ഞ ആരാധനാക്രമങ്ങളും മനസ്സിലെ ധ്യാനവും ഒക്കെ കൊണ്ട് നമുക്കിതിനെ നേരിടാം. കുഴപ്പമൊന്നുമില്ല. അതാണ്.